ദിവസം മുന്നേ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ടൂർ പോയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പോയിടത്ത് നിന്ന് പെറുക്കിയിട്ട് വന്നിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ബാംബു ഗാർഡനിൽ തിരിച്ചു പോകുന്ന വഴിയാണ് എനിക്ക് വേണ്ട സാധനം കിട്ടിയത് കേട്ടോ. മറ്റൊന്നല്ല, നമ്മൾ ബാംബുവിൻ്റെ തന്നെ ആ ഒരു പീൽ ചെയ്ത് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തൊണ്ട് പോലത്തെ ഒരു സംഭവം, അതിനെന്താ പറയാമെന്നറിയില്ല, ഒരു പാള പോലത്തെ ഒരു സാധനം. അത് നല്ല കട്ടിയുള്ള റേറ്റാണ്, അതെനിക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊട്ടാതെ എത്തുവാണെങ്കിൽ ഞാൻ വേറൊരു രീതിയിലുള്ള ഒരു വർക്കാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. പക്ഷെ ഞാൻ കുറേയൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള റേറ്റ് ആട്ടോ. നമ്മൾ പൊട്ടിപ്പോയിട്ടില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും വർക്ക് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇത്ര ദൂരത്ത് നിന്ന് നമ്മൾ പെറുക്കിയിട്ട് വന്നതല്ലേ, കളയണ്ടെന്ന് കരുതി ഒരു കിഡിലിനായിട്ടുള്ള വർക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. പഴയൊരു ന്യൂസ് പേപ്പറാണ് എടുത്തത്. അത് ഇതുപോലെ കുനുകുന കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പല്ല് വരുന്നതിൻ്റെ വേദനയാണോ, ഭയങ്കര വേദനയുണ്ട്, വായി അധികം തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ സമാധാനിപ്പിച്ചിട്ടും കുറേ സൊല്യൂഷനൊക്കെ ആയിട്ട് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി 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 സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വേദന കുറവുണ്ട്, പല്ല് വരുന്നതിൻ്റെ തന്നെയാണ്. കാരണം അറ്റത്ത് ആ ഒരു നമ്മളെ അണയുണ്ടല്ലോ, അണപ്പല്ലിൻ്റെ അങ്ങറ്റത്ത് നല്ല റെഡ് കളറിൽ ഒരു കുറച്ചൊരിങ്ങനെ ബൾജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് വെക്കുമ്പോൾ അവിടെയാണ് കുറച്ച് കട്ടിയുള്ളത്. അപ്പം പല്ല് വരുന്നത് തന്നെയാണെന്ന് അങ്ങനെ എല്ലാവരും പറയുന്നു. അപ്പോൾ വേദന ഇന്ന് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ഉണ്ടാക്കി അതിന് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത്, എന്നെ ഒരുപാട് പേര് സൊല്യൂഷനും സമാധാനിപ്പിച്ചിട്ടൊക്കെ വന്നവരോടെല്ലാം ഒത്തിരി ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുവാണ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബാംബുവിൻ്റെ ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മൾ ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. വലുത് ചെറുത് ചെറുത് എന്നുള്ള രീതിയിൽ പല പല ഷേപ്പിലും സൈസിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഏകദേശം എല്ലാം ഒരേ രൂപത്തിലുള്ളതായിരിക്കണം. വ്യത്യസ്ത ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു വർക്കൊക്കെ ചെയ്തു വെച്ചാൽ അടിപൊളിയായിരിക്കും. കാരണം ഇൻഡോർ പ്ലാന്റിൻ്റെ സെയിം ലുക്ക് തന്നെയാണ് തരുന്നത്. എന്നാൽ ഇൻഡോർ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ടതുമില്ല. സംഭവം വെറുതെ കളയുന്ന ഇതുപോലുള്ള കട്ടിയുള്ള ഏത് ഐറ്റം കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഈവൻ നിങ്ങൾക്ക് കട്ടിയുള്ള ചാർട്ട് പേപ്പർ വെച്ചിട്ടും ഈ ഒരു വർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെറുതെ കളയുന്ന നമുക്കിതുപോലെ കിട്ടിയതുകൊണ്ട് മാത്രം ചെയ്തതാണ്. പിന്നെ ഈ ഒരു വർക്കല്ല ഞാൻ ഈ ഒരു ഐറ്റം വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടുവരുമ്പോൾ ഒത്തിരി യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. കൂർഗിൽ നിന്നാണ് ഞാൻ ഇത് കളക്ട് ചെയ്തത്. തിരിച്ച് കണ്ണൂർ എത്തുമ്പോഴേക്കും സംഭവത്തിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ പൊട്ടിയും പൊളിഞ്ഞും ഡാമേജും ഒക്കെ ആയിട്ട്. പക്ഷേ ഇത്രയും നമ്മൾ കൊണ്ടുവന്നതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നീട് അത് കളയാണ്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു മെമ്മറീസ് ആയിട്ട് നമുക്ക് എടുത്തു വെക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്താ ഗ്രീൻ കളർ കംപ്ലീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് കുറച്ച് ലൈൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ ലീഫിനൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ. അപ്പം ഇതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടത് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ടൈൽസിൽ നിന്നൊക്കെയാണ് ഇതുപോലെ നമ്മൾ കളർ കൊടുക്കുന്നതെങ്കിൽ അപ്പം വൃത്തിയാക്കുക, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും, അത് അവിടെ നിന്ന് പിന്നെ പോവില്ല. അപ്പോൾ നോർമൽ ബ്രഷ് വെച്ചിട്ട് ചുമ്മാ ലൈൻസ് ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കളർ കൊടുത്തപ്പോൾ തന്നെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി യെല്ലോ കളർ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് മാത്രം ആ ഒരു ഗ്രീൻ ലീഫിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് വരുന്ന ആ ഒരു പോർഷനിൽ മാത്രം നമ്മളൊന്ന് കുറച്ചൊന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് ചെടീൻ്റെ ഒക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ല ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഒക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോ നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേപ്പർ സ്റ്റെമ്മിലേക്ക് ഗ്ലൂ ഗണ്ണ് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ഇവിടെ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ 1 by 1 ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി, നല്ല സെറ്റായിട്ട് കിട്ടും. എന്തായാലും ഫൈനലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു തോട്ട് തന്നെയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ആ ഒരു ഐറ്റം വെച്ചിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, കാരണം അത് ഡാമേജ് ആയി പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് തോന്നുന്നു, ഇഷ്ടമായോ, ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഒരു നോക്കൊക്കെ കാണുമ്പോൾ അതൊരു റിയൽ പ്ലാൻ തന്നെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ, ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടിലാണ് ഇത് സെറ്റ് ചെയ്തത് കേട്ടോ, ഒരു ക്രിസ്മസ് തീമിൽ ചെയ്ത ബോട്ടിൽ ആർട്ടിൽ. അപ്പോൾ ഈ ഒരു വർക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റേ നല്ല വീഡിയോയിൽ കാണാം.